കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ച വമ്പൻ മുന്നേറ്റം വിത്തുപാകിയത് വമ്പൻ പ്രതീക്ഷകൾക്കുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിച്ചാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും പിന്തള്ളി മുൻപിലാണ്. 9 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും 35,000-ലധികം വോട്ട് നേടിയ 55-ലധികം സീറ്റുകളുമുണ്ട്. ബി.ജെ.പിക്ക് കാര്യങ്ങൾ ഇത്രയും എളുപ്പമായ സ്ഥിതിക്ക് ഇത് പ്രതികൂലമായി ബാധിക്കുക എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയുമാണ്. വടക്കൻ കേരളത്തിലെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള കർമ്മ പദ്ധതിയാണ് ബി.ജെ.പിയുടെ നിലവിലെ ആയുധം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം ചേർന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കേണ്ട ലക്ഷ്യമായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാണ് നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് ബി.ജെ.പിക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലാക്കാനുമാണ് നിലവിൽ ബി.ജെ.പിയുടെ ശ്രമം. CPM-ലെ ക്രിമിനൽ ബന്ധമുള്ള സംഘവും ആശയപരമായി നിലകൊള്ളുന്ന സംഘവും രണ്ടു തട്ടിലായതിനാൽ പാർട്ടി ഗ്രാമങ്ങളിൽ രാഷ്ട്രീയം പറയാൻ ഇടമുണ്ടെന്നാണ് ബി.ജെ.പിയുടെ ധാരണ. ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചു തുടങ്ങിയെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് താമര കൂടുതൽ കരുത്തോടെ വേരുറപ്പിക്കുമെന്നുള്ളതാണ് ബി.ജെ.പി സംസ്ഥാന സമിതിയിൽ സമർപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബി.ജെ.പി ശക്തി തെളിയിച്ചാൽ ആദ്യം പോകുന്നത് കോർപ്പറേഷൻ ഭരണമായിരിക്കുമെന്ന് CPM-ന് ആശങ്കയുണ്ട്. ബി.ജെ.പി സംസ്ഥാന സമിതിയിൽ നേതൃത്വം അവതരിപ്പിച്ച കണക്കനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിലെ 100 വാർഡുകളിൽ 70 വാർഡുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒന്നാം സ്ഥാനത്തെത്തി. 15 വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തും നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം സ്ഥാനത്തെത്തി. 22 പഞ്ചായത്തുകളിൽ 7 ഒന്നാം സ്ഥാനത്തുമാണ്. 5 രണ്ടാം സ്ഥാനവും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ.ഡി.എഫിന്റെ കൈവശമുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി മുന്നേറിയത്. വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും ബി.ജെ.പി ലീഡ് നേടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിലും ബി.ജെ.പി രണ്ടാം സ്ഥാനത്തായിരുന്നു. നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 12,041 വോട്ടിന്റെ ലീഡ് ഇത്തവണ 22,126 ഉയർന്നു. ബി.ജെ.പി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് 2016-ൽ നേമത്താണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വിജയിച്ച എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3,949 വോട്ട്. കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി.ജെ.പിക്ക് തിരിച്ചടിയുമായി. ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ ബി.ജെ.പിക്ക് നേമം മണ്ഡലം പിടിക്കാനാകുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു. ബി.ജെ.പിക്ക് വേരുകളുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,162 വോട്ടുകളുടെ ലീഡാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി രണ്ടാം സ്ഥാനത്തായിരുന്നു. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ 10,842 വോട്ടാണ് ലീഡ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ബി.ജെ.പി ആണ് ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി കുടുംബങ്ങളിലും പോലും CPM-ന്റെ രീതികളോട് എതിർപ്പുള്ളവരുണ്ടെന്നും ഇവരുടെ വോട്ടുകളാണ് രഹസ്യമായി ഇത്തവണ ലഭിച്ചത് എന്നുമാണ് ബി.ജെ.പി വിലയിരുത്തുന്നത്. ബോംബ് രാഷ്ട്രീയവും സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായി CPM നേതാക്കളെ ചേർത്തുള്ള പല വിവാദങ്ങളും വാർത്തയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സമയം പാഴാക്കാതെ എൽ.ഡി.എഫിലെ അസംതൃപ്തരെ കൂടെ കൂട്ടാനും ബി.ജെ.പി ഒരു വശത്ത് നീക്കം നടത്തുന്നുണ്ട്. 1,00,000-ലധികം വോട്ടാണ് ഇത്തവണ CPM പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ നിന്നും ബി.ജെ.പി നേടിയെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പടക്കമുള്ള CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും ബി.ജെ.പിക്ക് കൂടിയത് 4 ഇരട്ടിയിലേറെ വോട്ടാണ്. കാര്യമായ പ്രവർത്തനം ഇല്ലാതെയിരുന്നിട്ടും CPM വോട്ടുകൾ ലഭിച്ചത് വലിയ മാറ്റമായി തന്നെയാണ് ബി.ജെ.പി കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി.ജെ.പിക്ക് കിട്ടിയ വോട്ടുകൾ 2 അക്കത്തിൽ നിന്ന് 3 അക്കമായി ഇത്തവണ ഉയർന്നിരുന്നു. പുതിയ കർമ്മ പദ്ധതിയിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ഏകോപന ചുമതല മുൻ സംസ്ഥാന അധ്യക്ഷൻ P.K. കൃഷ്ണദാസിനായിരിക്കും. തലശ്ശേരി കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസ് തലശ്ശേരിയിൽ നിന്നും മത്സരിച്ചേക്കുമെന്നുള്ള അനൌദ്യോഗിക വാർത്തകളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന്റെ പത്രിക തള്ളിയതിനാൽ വിവാദത്തിലായ തലശ്ശേരി മണ്ഡലത്തിൽ P.K. കൃഷ്ണദാസ് മത്സരിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാമെന്നാണ് ബി.ജെ.പി കണക്കുകൂട്ടുന്നത്. എന്നാൽ അദ്ദേഹം സ്ഥിരം മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ കാട്ടാക്കട മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒന്നാമതായി എത്തിയിരുന്നു. ബി.ജെ.പി തയ്യാറാക്കിയ പദ്ധതി ഇങ്ങനെയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ബൂത്ത് തല പ്രവർത്തനം സജീവമാക്കണം. ബൂത്ത് കമ്മിറ്റികൾ ഇല്ലാത്തയിടത്ത് എത്രയും വേഗം കമ്മിറ്റികൾ ആരംഭിക്കണം. പാർട്ടി ഗ്രാമങ്ങളിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കണം. CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കണം. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കണം.
CPM വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകരുത്, വലിയ നേതാക്കളെ നോട്ടമിടേണ്ട, പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ആകർഷിക്കണം. 2 വർഷത്തിനകം വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് പരമാവധി സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കണം. പാർട്ടി പോഷക സംഘടനകളിലെ പ്രവർത്തനങ്ങളും വടക്കൻ കേരളത്തിൽ സജീവമാക്കണം എന്നിങ്ങനെയാണ്. BJPയുടെ പദ്ധതി വ്യക്തമാണ്. CPMന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ CPM വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. കണ്ണൂരിലും കാസർകോട്ടും CPMലെ അസംതൃപ്തരെയും പാർട്ടി വിട്ടവരെയും ചേർത്ത് പ്രത്യേക ഘടകം തന്നെ ആരംഭിക്കാനും BJP പദ്ധതി ഇടുന്നുണ്ട്. മുഖ്യധാരയിൽ ഇവർ സജീവമായിരിക്കില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് വലിയ തോതിൽ ഉയർത്താൻ കാരണമായത്. BJP ആലപ്പുഴയിൽ ഇങ്ങനെയൊരു ഘടകം രൂപീകരിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലിനും എല്ലാം കഴിഞ്ഞ ശേഷമാണ് CPM പോലും ഇക്കാര്യം അറിഞ്ഞതെന്നാണ് സൂചനകൾ. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും BJP പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് വലിയ ഒരുക്കങ്ങൾ പാർട്ടി നടത്തും. പി രഘുനാഥിന് മണ്ഡലത്തിന് ചുമതല നൽകി കഴിഞ്ഞു. വയനാട്ടിൽ MT രമേശും ചേലക്കരയിൽ KK അനീഷ് കുമാറും മേൽനോട്ടം വഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച പ്രകടനം BJP കാഴ്ചവെച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് 2ാം സ്ഥാനത്തായിരുന്നു BJP. 35 സീറ്റ് ലഭിച്ചാൽ കേരളം NDA ഭരിക്കുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് K സുരേന്ദ്രൻ പറഞ്ഞത് അന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു. അന്നത്തെ വോട്ട് കണക്കുകൾ BJPയുടെ ഈ വാദത്തിന് അത്ര ബലവുമേകിയിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മൊത്തം മാറിമറിഞ്ഞിരിക്കുകയാണ്. ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം BJPക്ക് വ്യക്തമായിരിക്കുകയാണ്. പഠിച്ച പണി 18ഉം പയറ്റാൻ BJP പല തന്ത്രങ്ങളും പദ്ധതികളുമായി ഇറങ്ങുമ്പോൾ CPM ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കും? CPMന്റെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നവും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കെ ഇനി എന്ത് നീക്കം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാലും അത് വളരെ നിർണായകമാണ്.